ഇനി നമുക്ക് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് മേഖലയിലേക്ക് വരാം. സാധാരണ ഇപ്പോൾ പറയാറുണ്ട് ഇൻസ്റ്റാഗ്രാമാണ് ന്യൂജൻ, ഫേസ്ബുക്ക് കുറച്ച് അമ്മാവന്മാരൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെയാണ് പറയുക. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ന്യൂജൻ പിള്ളേർ വിലസുന്ന ഇൻസ്റ്റാഗ്രാമിൽ ഒരു 80 വയസ്സുകാർ വിലസുന്നു എന്ന് കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. ആ 80 വയസ്സുകാരി വളരെ ഇത്രയധികം ഫോളോവേഴ്സുള്ള ഒരു സ്റ്റാർ മോഡലാണ്. മാർഗരറ്റ് ചോല എന്നാണ് പേര്. ഇൻസ്റ്റാഗ്രാമിലെ ആളുകൾ ഇങ്ങനെ ഈ മാർഗരറ്റ് ചോല എന്താണ്, എങ്ങനെയാണ് ഇവർ താരമാകുന്നതെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണാം. അഞ്ജലി ജോൺ, അഞ്ജലി കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണെങ്കിൽ ഈ ഒരു പ്രായത്തിലുള്ള ആൾക്കൊന്നും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒരു കാഴ്ചയാണിത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നതോടുകൂടി പ്രായമൊന്നും ഒരു വിഷയമല്ല, സാഹചര്യങ്ങൾ വിഷയമല്ല. നമുക്കൊരു മനസ്സുണ്ട്, ആരെങ്കിലും ഒന്ന് വഴി കാണിച്ചു തരാനും ഉണ്ടെങ്കിൽ ഏത് നിലയിലേക്കും ആളുകളുടെ ഉള്ളിലെ താല്പര്യങ്ങൾ, അഭിരുചികളൊക്കെ പുറത്തു കൊണ്ടുവരാൻ കഴിയും. എന്താണ് ഈ മാർഗരറ്റ് ചോല എന്ന മുത്തശ്ശിയുടെ പ്രത്യേകത? ദിവിഷേട്ടാ, നമ്മൾ ഈ ആളുകൾ പലപ്പോഴും സംസാരിക്കുന്ന സമയത്ത് നമ്മൾ സ്ഥിരം പറയുന്ന പദമാണ് തന്ത വൈബ് അല്ലെങ്കിൽ തള്ള വൈബായി തുടങ്ങി നമ്മളിൽ പലരും എന്ന് നമ്മളിങ്ങനെ സ്ഥിരം പറയാറുണ്ട്. ആ ഒരു സമയത്താണ് ഈ ഇൻസ്റ്റഗ്രാമിൻ്റെ കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നതും ഈ മുത്തശ്ശി അതിൽ ഏറ്റവും കൂടുതൽ വൈറലാവുന്നത്. നമുക്ക് ഈ എത്ര പേർക്ക് ഈ മുത്തശ്ശിയെ പരിചയമുണ്ട് എന്ന് എനിക്കറിയില്ല. മാർഗരറ്റ് എന്നാണ് പേര്. ആളുടെ ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞ ഫോളോവേഴ്സ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എത്രത്തോളം ഫോളോവേഴ്സ് ഉണ്ടെന്ന് കഴിഞ്ഞാൽ നമ്മൾ പോലും ഒന്ന് ഞെട്ടിപ്പോവും. എന്തായാലും ലോകത്തിൻ്റെ തന്നെ ഫാഷൻ ഐക്കണായി മാറിയിരിക്കുകയാണ്. മുത്തശ്ശിയുടെ കഥ നമ്മളിങ്ങനെ തെരഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് അറിയാൻ കഴിയും. ഏകദേശം 80 വയസ്സുണ്ട്. കേട്ടാൽ വിശ്വസിക്കുമോ എന്ന് തന്നെ നമുക്ക് സംശയമാണ്. പക്ഷെ ഒരു ഫോട്ടോയിൽ പോലും നമുക്ക് ഒരു യൂത്ത് ഐക്കൺ ഇരിക്കുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. തലമുടി നരച്ചിട്ടുണ്ട് എന്ന് പറയുന്നതൊന്നും ഈ വാർദ്ധക്യത്തെ അത് വെച്ച് നമുക്ക് അളക്കാൻ കഴിയില്ലെന്ന് മുത്തശ്ശി നമ്മുടെ മുമ്പിൽ തെളിയിച്ചു തന്നിരിക്കുകയാണ്. എന്തായാലും ലേഡി സൂപ്പർ സ്റ്റാർ ആണ്. ഇങ്ങനെ മുത്തശ്ശിയുടെ ഈ പറയുന്ന ഒരു ചെറുമകളുണ്ട്, ഡയാന ന്യൂയോർക്കിൽ പഠിക്കാൻ പോകുന്നു. അങ്ങനെ അവിടെ ചെല്ലുന്നു. ആള് നിസാരക്കാരിയൊന്നല്ല, സ്റ്റൈലിസ്റ്റ് ആണ്. അങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് വരുന്നു. ഒരു ഫാമിലി ഫംഗ്ഷൻ്റെ ഇടയ്ക്കാണ് മുത്തശ്ശിയായിട്ട് ഇതുപോലെ തന്നെ അവർ രണ്ടുപേരും തമ്മിൽ ഒരു സംഭാഷണം ഇങ്ങനെ തുടങ്ങുകയാണ്. അപ്പോൾ മുത്തശ്ശിയോട് പറഞ്ഞു, നമുക്കിങ്ങനെ ചെറിയൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ തുടങ്ങി അങ്ങനെ ചെറുതായിട്ട് ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്ത് നോക്കിയാലോ എന്നിങ്ങനെ പറഞ്ഞു. മുത്തശ്ശിക്ക് ഇത് കേട്ടപ്പോൾ തന്നെ വളരെയധികം ആശ്ചര്യമായി. അങ്ങനെ ഈ കൊച്ചുമകളും അമ്മയും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങിയത്. പക്ഷെ അത് നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാളും അങ്ങപ്പുറം തന്നെ വൈറലായി കഴിഞ്ഞിരിക്കുകയാണ്. ഓരോ ഫോട്ടോസ് നോക്കാം. ചില സമയത്തൊക്കെ ഈ കൊച്ചുമകളും മുത്തശ്ശിയും തമ്മിലുള്ള കാര്യങ്ങൾ ഫോട്ടോസും കമ്പയർ ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെ കാണാം. ഇതിൽ ചില ചാനലുകൾക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൽ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, മുത്തശ്ശി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമ്മ ഇപ്പോൾ നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആണ്. എന്ന് വെച്ചാൽ പഴയ കാലത്ത് ഉള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയൊരു കാര്യം മാറി ചിന്തിക്കാൻ പറ്റുമോ എന്ന് തന്നെ നമുക്ക് ആലോചിക്കാൻ കഴിയില്ല. നമ്മൾ പലരും ഇപ്പോഴും പറയുന്ന കാര്യമാണ്, ഫേസ്ബുക്ക് എന്ന് പറയുന്നത് കുറച്ച് പ്രായമായവർ ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ ഈ ന്യൂജൻ്റെ ഒക്കെ ഇടയിലൊന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇൻസ്റ്റഗ്രാം ഇല്ലാതെ വേറെ വഴിയില്ല കേട്ടോ, അല്ലെങ്കിൽ നമ്മളെ അവർ തന്ത വൈബി കൂട്ടുമെന്ന് പലരും പറയുന്ന കേട്ടിട്ടുണ്ട്. ആ സമയത്താണ് ഇപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ ഇങ്ങനെ അടിച്ചടിച്ച് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് വലിയ ചർച്ചകളാണ് നഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മുത്തശ്ശി ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഏറ്റവും പ്രിയപ്പെട്ട ഡ്രസ്സ് എന്ന് പറയുന്നത് ഫ്ലോറൽ ഷർട്ടും ജീൻസും പിന്നെ ഒരു കണ്ണട കൂടി ഉണ്ടെങ്കിൽ അമ്മച്ചി ഡബിൾ ഹാപ്പിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കത് എങ്ങനെ പറയാനെന്ന് അറിയില്ല. പക്ഷേ ഓരോ ഫോട്ടോസ് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ എത്ര പേര് ഇതൊക്കെ ആലോചിക്കുമ്പോൾ എന്തായാലും ഫാൻസ് ഒരുപാടാണ്. ഞാൻ പോലും ഒരു ഫാനായി മാറിയിട്ടുണ്ട് ദിവിഷേട്ടാ.